ഹലോ കൂട്ടുകാരെ, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ഉച്ചയൂണിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോസ് ഇട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായും എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിന് എന്തൊക്കെയാണ് തയ്യാറാക്കിയെന്ന് നോക്കിയാലോ. ആദ്യമേ തന്നെ നമ്മളൊരു വഴുതനങ്ങ മസാലയാണ് തയ്യാറാക്കുന്നത്. 2-3 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്, ഒരു സവാളയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെക്കാം. കുറച്ച് നേരം നമുക്കത് ഇത്തിരി ഉപ്പ് വെള്ളത്തിലിട്ട് വയ്ക്കാം. അതിൻ്റെ കറയൊക്കെ ഒന്ന് പോയി കേട്ടിട്ട് അതിന് വേണ്ടിയാണ് ഇത്തിരി ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത്. എന്തെങ്കിലുമൊക്കെ കീടങ്ങളുണ്ടെങ്കിൽ അങ്ങ് പോവുകയും ചെയ്യും. ആ സമയം കൊണ്ട് നമുക്കിനി മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ തുടങ്ങാം. വഴുതനങ്ങ മസാല അത് തയ്യാറാക്കാൻ തുടങ്ങാം. ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ വേണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുത്താലും മതി. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നാടൻ കറികളൊക്കെ വെക്കുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും വെളിച്ചെണ്ണയാണ് നല്ലത് കേട്ടോ. അതുകൊണ്ടാണ് വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്തിരി കടുക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. നമ്മുടെ സൗകര്യം പോലെ കടുകും വറ്റൽമുളകും ചെറിയ ഉള്ളിയൊക്കെ മൂപ്പിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഇത്തിരി കടുക് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ വറ്റൽമുളക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നില്ല. ഞാൻ 2 വറ്റൽമുളക് കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഇത്തിരി തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. മസാല ആയതുകൊണ്ടാണ് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നത്. വഴുതനങ്ങ നല്ല സോഫ്റ്റ് ആണല്ലോ, അപ്പോൾ പിന്നെ ഇത്തിരി കടിക്കാൻ കിട്ടട്ടെ എന്ന് കരുതി ഇനി ഒരു 3-4 സവാളയല്ല വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 വെളുത്തുള്ളി മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള അരിഞ്ഞത്, ഒരു സവാളയെ ചേർത്തിട്ടുള്ളൂ. അതും കൂടെ നീളത്തിലരിഞ്ഞ് അതിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് വാടി വന്നിട്ടുണ്ട്. സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വഴുതനങ്ങ ഇത്തിരി വലിയ കഷ്ണങ്ങളാക്കിയാണ് ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത്. ചെറുതായിട്ടാണ് മതിയെങ്കിൽ, വളരെ തിന്നായിട്ട് മതിയെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാൻ ഇത്തിരി കഷ്ണങ്ങളാക്കിയാണ് എടുത്തിരിക്കുന്നത്. അത് ഓരോരുത്തരുടെയും സൗകര്യം പോലെ. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മളെങ്ങനെ ചെയ്യുന്നവർ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്ന സ്ഥലങ്ങൾ കാണും. അത് ഇച്ചിരി വലുതായിട്ട്, ഇത് വഴുതനങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് സോഫ്റ്റ് ആവുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി വലുതാക്കി എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഇനി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ആവിയിൽ തന്നെ വെന്തോളും. വഴുതനങ്ങയ്ക്കകത്ത് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. വഴുതനങ്ങ ഒന്ന് വാടി വന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ വഴുതനങ്ങ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇത്തിരി ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഗരം മസാലയുടെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ ചേർക്കേണ്ട. വഴുതനങ്ങ മസാല ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്തിരി ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തത്. തേങ്ങാക്കൊത്തും ഗരം മസാലയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ഇറച്ചി തിന്നുന്ന ഒരു ഫീലിംഗ് തോന്നും. അതുകൊണ്ടാണ് അതിലേക്ക് തേങ്ങാക്കൊത്തും ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുത്തത്. നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച മസാലപ്പൊടികളാണ് എല്ലാം ചേർത്തത്. ഒന്നും പുറമേ നിന്ന് വാങ്ങിയതല്ല. എല്ലാം നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് ഞാൻ. പിന്നെ ഗരം മസാലപ്പൊടിയും. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അടച്ചു വയ്ക്കാം. നമ്മുടെ വഴുതനങ്ങ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്തിരി വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചുള്ളൂ, എന്നിട്ട് നല്ല രീതിയിൽ എണ്ണ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് അടച്ചു വെച്ചിരുന്ന് ഇനി കഴിക്കാൻ നേരത്തെടുത്താൽ മാത്രം മതി. നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ നമ്മുടെ വഴുതനങ്ങ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ വഴുതനങ്ങ മസാല തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ. മെഴുക്കുവരട്ടിയേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു കറി മാത്രം മതി ചോറ് കഴിക്കാൻ. നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ബീട്രൂട്ട് മെഴുക്കുവരട്ടിയാണ് വെക്കുന്നത്. 2 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, ഒരു സവാളയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അരിഞ്ഞ് റെഡിയാക്കാം. ഞാൻ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. ബീട്രൂട്ട് നീളത്തിലരിഞ്ഞ് മെഴുക്കുവരട്ടി വെക്കുമ്പോൾ വേറൊരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുനുകുന അരിഞ്ഞ് വെക്കുന്നതിനേക്കാളിലും ഇങ്ങനെ ഗ്രേറ്ററിനകത്ത് നീളത്തിലരിഞ്ഞെടുത്തപ്പോഴത്തേക്ക് വേറൊരു ടേസ്റ്റ് പോലെ എനിക്ക് തോന്നി. നല്ല ടേസ്റ്റായിട്ടും തോന്നിയിട്ടുണ്ട് അവിടെ ബീട്രൂട്ട് നീളത്തിലരിഞ്ഞ് വെക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ നീളത്തിലരിഞ്ഞത്. നീളത്തിലരിഞ്ഞ ബീട്രൂട്ട്, സവാള, പച്ചമുളക് എല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പിലോട്ട് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതും വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. നാടൻ കറികളാവുമ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ട ടേസ്റ്റ്, അതുകൊണ്ട് വെളിച്ചെണ്ണയിൽ ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഇഷ്ടമില്ലെങ്കിൽ സൺഫ്ലവർ ചെയ്യാം. വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചുണ്ട്. കടുക് പൊട്ടി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ടും അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ഇതിൽ നിന്നുള്ള വെള്ളവും ഇറങ്ങി ആ എണ്ണയുടെയൊക്കെ ഇതുകൊണ്ട് നമ്മൾ ചെറുതീയിൽ അടച്ചു വെച്ചാൽ മാത്രം മതി. വെള്ളം ഒഴിച്ചാൽ കുഴഞ്ഞു പോകും ബീട്രൂട്ട്. എന്നാൽ വെന്ത് കിട്ടുകയും വേണം. അതുകൊണ്ട് വളരെ ചെറിയ തീയിൽ അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 3/4 വെന്തപ്പോഴത്തേക്ക്
ഞാനതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത്തിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കുരുമുളക് പൊടി ചേർക്കുമ്പോഴത്തേക്ക് ബീട്രൂട്ടിൻ്റെ ഫ്ലേവർ തന്നെ മാറിക്കിട്ടും. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമുക്ക് കുരുമുളക് പൊടി ചേർക്കുമ്പോൾ ബീട്രൂട്ടിൽ. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല കുരുമുളകിൻ്റെ ഫ്ലേവർ, എന്നാലും ട്രൈ ചെയ്തതിൽ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്ക്. ഇഷ്ടമാണെങ്കിൽ പിന്നെ ചെയ്താൽ മതിയല്ലോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്കിഷ്ടമായി അതിൻ്റെ ഫ്ലേവർ. നീളത്തിലരിഞ്ഞ് ബീട്രൂട്ട്. ഇനി എല്ലാം ഒന്നുകൂടെ ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഒരു പിടി തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചേർക്കുന്നില്ല എങ്കിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് വഴറ്റിയെടുക്കുന്ന അത്രയും വെച്ച് നമുക്ക് കറി ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ തേങ്ങ ഉള്ളതുകൊണ്ട് ഞാൻ ഒരു പിടി തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി ഒരു ടേസ്റ്റ് കൂടും, അത്ര തന്നെ. അല്ലാതെ മറ്റേതിന് ടേസ്റ്റ് ഇല്ലാതെയില്ല. തേങ്ങ ചേർക്കുമ്പോൾ ഇത്തിരിയും കൂടെ ടേസ്റ്റ് കൂടും എന്ന് മാത്രം. തേങ്ങയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇത്തിരി നേരം തട്ടിപ്പൊത്തി അടച്ചു വെക്കാം. അപ്പോഴത്തേക്ക് തേങ്ങയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിക്കിട്ടും. അടച്ചെന്ന് വെച്ച് നമുക്ക് ഒന്നും കൂടെ ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് ചെറുതീയിൽ വെച്ചാൽ നമ്മുടെ ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീട്രൂട്ട് ഉപ്പേരി എന്നൊക്കെ പറയാം നമുക്ക്. ഇനി നമുക്ക് ചക്ക കിട്ടിയിട്ടുണ്ട്. ദാണ്ട നല്ല വിളഞ്ഞ ചക്കയാണ്, നല്ല നിറമുള്ള ചക്കയായിരുന്നു കേട്ടോ. കണ്ടാൽ വിചാരിക്കും പഴുത്തു പോയ ചക്കയാണെന്ന്. പഴുത്തതൊന്നുമല്ല, നന്നായി വിളഞ്ഞ ചക്കയാണ്. മധുരമൊന്നും വെച്ചിട്ടില്ല. നന്നായി ചക്കയുടെ ആ നിറം അങ്ങനെയാണ് കേട്ടോ, നല്ല മഞ്ഞ നിറം. ചെമ്പരത്തി വരിക്കയൊന്നും അല്ല കേട്ടോ, നല്ല കൂഴച്ചക്ക തന്നെയാണ്, പക്ഷേ നല്ല നിറമുള്ള ചക്കയായിരുന്നു. അത് ദാണ്ട് വെട്ടിപ്പറിച്ച് എല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലേക്ക് ആവശ്യമുള്ള ചോളം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. മുഴുവനും ഞാൻ എടുത്തിട്ടില്ല, പകുതി ഇന്നെടുത്തിട്ടുണ്ട്. ബാക്കി ഞാൻ ഇറശ്ശേരി വെക്കാമെന്ന് കരുതി, അത് നാളെ നമുക്ക് ഇറശ്ശേരി വെക്കാം. ഇന്ന് പകുതി എടുത്ത് അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചക്കക്കുരുവും കൂടി ഇട്ടിട്ടുണ്ട്. നമ്മളിവിടെ ചക്ക വേവിക്കുമ്പോൾ ചക്കക്കുരു ചേർക്കാറുണ്ട്. ഇവിടെ കൂടുതലും ചക്കയേക്കാൾ കൂടുതൽ ചക്കക്കുരു ചേർക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ചക്കക്കുരു ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇനി അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ചക്ക അവിടെ നിന്ന് വേവട്ടെ. കുക്കറിലാണെങ്കിൽ ഒരു വിസിൽ കെട്ടാൽ മതി, അപ്പോഴത്തേക്ക് ചക്ക വെന്ത് കിട്ടും. പാത്രത്തിലാണെങ്കിൽ ചെറുതീയിൽ വെച്ച് നന്നായിട്ട് ആവി വന്നതിന് ശേഷം ചെറുതീയിലാക്കി വേവിച്ചെടുക്കാം. ഇനി അരപ്പിന് വേണ്ടി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക്, മുഴുവൻ കുരുമുളക് എടുത്തിരിക്കുന്നത്. പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കാന്താരി മുളകാണ് ചക്കയ്ക്ക് അരയ്ക്കാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ജീരകം, പിന്നെ മഞ്ഞൾപ്പൊടി. ഇത്രയിട്ട് നമുക്ക് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം. നന്നായിട്ട് അങ്ങ് അരഞ്ഞു പോവണ്ട. വേവിക്കുന്ന ചക്കയ്ക്ക് നമ്മൾ ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലിട്ട് കൊടുത്ത് ഒന്ന് കറക്കിയെടുത്താൽ നമ്മുടെ ചക്കയ്ക്കുള്ള അരപ്പ് റെഡിയാണ്. ആ സമയം കൊണ്ട് ദാണ്ട് ചക്കയും വെന്ത് കിട്ടിയിട്ടുണ്ട്. ചക്കക്കുരുവും ചക്കയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരപ്പൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് തട്ടിപ്പൊത്തി അടച്ച് വയ്ക്കാം. ഒന്ന് അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ആവി വരട്ടെ. എന്നാലല്ലേ നമുക്ക് തേങ്ങയുടെ ആ പച്ചക്കുത്ത് മാറും. ഇനിയൊന്ന് ചക്കയെല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കുഴച്ചെടുക്കാം. തവിയുടെ ഒരു കണ ഉപയോഗിച്ചോ അല്ലെങ്കിൽ തുടുപ്പുണ്ടെങ്കിൽ ചക്ക കുഴയ്ക്കുന്ന സാധനം തുടുപ്പ് അതൊക്കെ ഉണ്ടെങ്കിൽ ഞാനൊരു തവിയുടെ കണയാണ് എടുത്തിരിക്കുന്നത്. ചക്ക കുഴയ്ക്കാനും ചീനി കുഴയ്ക്കാനും വേണ്ടി മാത്രം എടുത്ത് വെച്ചതാണ്. അതുകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചക്ക കുഴച്ചിട്ട് ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അടച്ചു വെച്ചാൽ നമ്മുടെ ചക്ക കുഴച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ചക്കയ്ക്ക്. വെളിച്ചെണ്ണ ഒഴിച്ചില്ലെന്ന് വിചാരിച്ച കുഴപ്പമൊന്നുമില്ല, ചക്ക ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ അടച്ചു വെച്ചിരിക്കണം. കഴിക്കാൻ നേരത്തൊന്ന് തുറക്കണം, നല്ല സ്മെല്ല് പുറത്തേക്ക് വരും. ഇനി ചക്കയുണ്ടല്ലോ, ഇനി നമുക്കിത്തിരി ബീഫ് കറി ആയാലോ. ഇന്ന് പോത്തിറച്ചിയാണ് കിട്ടിയിരിക്കുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് പോത്തിറച്ചി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിത്തിരി പോത്തിറച്ചി കറിയും കൂടെയൊക്കെ ആയാലോ. പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുക എല്ലാം വെളിച്ചെണ്ണയിൽ നല്ല ലാവിഷാണല്ലോ. വല്ലപ്പോഴുവേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ. ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഉള്ളൂ ഇങ്ങനെ. എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ വെളിച്ചെണ്ണയ്ക്കകത്ത് എല്ലാ കറികളും ഒന്നും ഉണ്ടാക്കില്ല. ചില ദിവസങ്ങളിൽ മാത്രം. അത് കൂടുതലും ഞായറാഴ്ച ദിവസങ്ങളിലാണ്. അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ വെള്ളത്തിലൊക്കെ വേവിച്ച് മെഴുക്കുരട്ടിയൊക്കെ ചെയ്യാറുണ്ട്. ദാണ്ടെ തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വന്ന് അപ്പോഴത്തേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കല്ലിലൊന്ന് ചതച്ചെടുത്തതാണ്, അതും അതിലേക്ക് ഇട്ട് കൊടുത്തു. ഒന്ന് പച്ചമണം മാറുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള സവാള, ഒരു 3 സവാള അരിഞ്ഞത് ഞാൻ എടുത്തിട്ടുണ്ട്. നീളത്തിലരിഞ്ഞ സവാളയാണ്, വലിയ സവാളയാണ്. ഒരു 3 എടുത്തിട്ടുണ്ട്. അതും അതിലേക്കിട്ട് ഒരു 2-3 പച്ചമുളക് കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സവാളയൊന്ന് വഴന്ന് വരട്ടെ. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇത്തിരി കൂടുതൽ കിടന്നോട്ടെ, ബീഫ് കറിയല്ലേ.
ബീഫല്ലല്ലോ പോത്തിറച്ചിക്കറി. അതുകൊണ്ട് ഇത്തിരി ഇറച്ചിക്കറിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത്തിരി കറിവേപ്പില, നാടൻ കറിവേപ്പില ഇത്തിരി കൂടുതലായിക്കോട്ടെ. സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നപ്പോഴത്തേക്ക് നമുക്കതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുത്ത് 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത്തിരി മല്ലിപ്പൊടി വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ കേട്ടോ. കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാലയുടെ പൊടിയാണ്, അതും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. വേണ്ട, കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഞാൻ അതിലേക്ക് ചേർത്തു. ഇനി നന്നായി മിക്സ് ചെയ്ത് പൊടികളുടെയൊക്കെ പച്ചമണം മാറുമ്പോഴത്തേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പോത്തിറച്ചി ചേർത്ത് കൊടുക്കാം. നല്ല കഷ്ണമായിരുന്നു കേട്ടോ. പെട്ടെന്ന് വേവുന്ന പോത്തിറച്ചിയായിരുന്നു. നല്ല കിളുന്ന പോത്തിൻ്റെ ഇറച്ചിയായിരുന്നു എന്ന് തോന്നുന്നു. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടി. ഇനി കഴുകി വൃത്തിയാക്കി ഞാൻ വെള്ളം വാർന്നു പോകാൻ വേണ്ടി വെച്ചിരുന്നതാണ്. അതും അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ പൊടികളൊക്കെ ഇറച്ചിയിലേക്ക് നന്നായി പിടിച്ച് കിട്ടണം. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം, എന്നാൽ മാത്രമേ ഇറച്ചിയുടെ എല്ലാ ഭാഗത്തേക്കും മസാലകളൊക്കെ നന്നായി പിടിക്കത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇത്തിരി പാടാണ് ഇളക്കി എടുക്കാൻ, എന്നാലും സാരമില്ല. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്നുകിൽ കുക്കറിൽ വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ ഈ പാത്രത്തിൽ തന്നെ വെള്ളം ഒഴിച്ച് ചെറുതീയിലിട്ട് വേവിച്ചെടുത്താൽ മതി. ഞാൻ കുക്കറിൽ ഒരു 2 വിസിൽ കേൾപ്പിച്ചിട്ട് പിന്നെ പാത്രത്തിലേക്ക് മാറ്റിയതാണ്. 2 വിസിൽ കൊണ്ട് തന്നെ ഇറച്ചി വെന്ത് കിട്ടി കേട്ടോ. 3/4 ഭാഗവും നന്നായിട്ട് വെന്ത്. ഇനി പാത്രത്തിൽ കിടന്ന് കുറച്ച് നേരം വേവട്ടെ എന്ന് കരുതി ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയതാണ്. ഇനി പാത്രത്തിൽ ചെറു തീയിൽ കിടന്ന് എണ്ണയൊക്കെ പിടിച്ച് തിരിയുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഇറച്ചിക്കറിക്ക്. അതുകൊണ്ട് ഇത്തിരി നന്നായിട്ട് ബാക്കി പാത്രത്തിൽ കിടന്ന് വേവട്ടെ എന്ന് കരുതിയാണ് ഞാൻ കുക്കറിൽ ഒരു 2 വിസിൽ കേൾപ്പിച്ചിട്ടെടുത്തത്. അപ്പം തന്നെ 3/4 ഭാഗം നന്നായിട്ട് ഇറച്ചി വെന്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പാത്രത്തിൽ കിടന്ന് ഏതാണ്ട് 1 മണിക്കൂറായപ്പോഴത്തേക്ക് വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ ഇറച്ചിക്കറി നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്താൽ നല്ല ഫ്ലേവറായിരിക്കും നമ്മുടെ ഇറച്ചി എടുക്കുമ്പോൾ. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് അടച്ച് വെച്ചാൽ മതി. നമ്മുടെ പോത്തിറച്ചിക്കറി ഇവിടെ റെഡിയാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റിയായ ഒരു പോത്തിറച്ചിക്കറി. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയായി കേട്ടോ. പോത്തിറച്ചിക്കറിയുണ്ട്, ചക്ക വേവിച്ചതുണ്ട്, വഴുതനങ്ങ മസാലയുണ്ട്, ബീട്രൂട്ട് മെഴുക്കുവരട്ടിയുണ്ട്. അപ്പോൾ ഇന്ന് സൂപ്പർ ഒരു ഉച്ചയൂണാണ് കേട്ടോ. ഇന്നത്തെ സൺഡേ സൂപ്പർ തന്നെ. ചൂട് ചോറായതുകൊണ്ട് പാത്രം ഓടിപ്പോകുന്നു കേട്ടോ. ഞാൻ പിടിച്ച് നിർത്തി അവിടെ വെച്ചതാ പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള ചോറിട്ട് കൊടുത്തു. പിന്നെ ചക്ക വേവിച്ചത് വെച്ചു. നമ്മുടെ പോത്തിറച്ചിക്കറിയും അതിലേക്ക് വെച്ച് കൊടുത്തു. ഇന്ന് ചക്കയും ബീഫ് കറിയും മാത്രം മതി, ചോറിൻ്റെ ആവശ്യമൊന്നുമില്ല. ചക്കയും ഇറച്ചിക്കറിയും ഉണ്ടെങ്കിൽ അതും കൂട്ടി ഇന്ന് കഴിച്ചോളൂ എല്ലാവർക്കും. പിന്നെ ചൂടോടുകൂടി ചക്കയും ഇറച്ചിക്കറിയും മതി. നാട്ടെ വഴുതനങ്ങ മസാലയും വെച്ചു, ബീട്രൂട്ട് മെഴുക്കുവരട്ടിയും വെച്ചു. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് റെഡിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയുമായി വേറൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് എല്ലാവർക്കും ഇഷ്ടമായി എന്നും കരുതുന്നു. അപ്പോൾ ടാറ്റാ.